ലൈറ്റിൻ്റെ പ്രകാശം വന്ന് കണ്ണിൽ തട്ടിയപ്പോൾ മുഷിച്ചിലോടെയാണ് സ്വാതി കണ്ണു തുറന്നത്. അപ്പോഴാണ് കണ്ണാടിക്ക് മുൻപിലായി തിരിഞ്ഞും മറിഞ്ഞു നിന്ന് നോക്കുന്ന അഭിരാമിയെ ശ്രദ്ധിച്ചത്. നീ എന്താ ഇത്ര രാവിലെ തന്നെ മിററിന് മുൻപിൽ നിന്ന് നോക്കുന്നത്? ഉറക്കച്ചുവയോടെ അവൾ ചോദിച്ചു. നീ എഴുന്നേറ്റോ? ഒന്നിങ്ങ് വന്ന് നോക്കിക്കേ, ഇതിപ്പോ ശരിക്കും അറിയുന്നുണ്ടോടെ? എന്ത്? ആട്ടിക്കൊണ്ട പാട്, സങ്കടത്തോടെ ആമി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നും വന്നപ്പോൾ തന്നെ സ്വാതി കണ്ടിരുന്നു ആമിയുടെ മുഖത്തെ പാട്. ചോദിച്ചപ്പോൾ വീട്ടിലുണ്ടായ സംഭവങ്ങളെല്ലാം ആമി അവളോട് പറഞ്ഞിരുന്നു. ആമിയും സ്വാതിയും ഒന്നിച്ചാണ് പഠിച്ചത്. ആമിക്ക് ദാസൻ അവിടെ ജോലി കൊടുത്തപ്പോൾ അവൾ സ്വാതിയെ കൂടി നിർബന്ധിച്ച് അവിടെ ഇൻ്റർവ്യൂവിന് വിട്ടു. സ്വാതി നല്ല കഴിവും സ്മാർട്ട്നെസ്സുമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേഗം ജോലിയും കിട്ടി അവിടെ. എവിടെ നോക്കട്ടെ? ഉറക്കമെല്ലാം മറന്ന് സ്വാതി പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഇത് നീര് വന്നിട്ടുണ്ടല്ലോ പെണ്ണെ, കാലമാടൻ. എന്തടിയാ അടിച്ചത്? അങ്ങേര് നിന്റെ ചേട്ടൻ തന്നെയാണോടി? ചേട്ടൻ തന്നെയാണ്, പക്ഷേ സ്നേഹം കൂടുതൽ നീയച്ചേച്ചിയോടാണെന്ന് മാത്രം. അതെന്താ, നീ നിന്റെ അമ്മയുടെ രണ്ടാം കെട്ടിലുണ്ടായതാണോ? ദേഷ്യത്തോടെ സ്വാതി ചോദിച്ചു. ചേട്ടന് മാത്രമല്ലല്ലോ, നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെയാണല്ലോ. അച്ഛൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. ചേച്ചിയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും കുഞ്ഞിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും. അങ്ങനെ നേർച്ചയും കാഴ്ചയുമൊക്കെ വെച്ചാണ് ചേച്ചിയെ ജീവനോടെ കിട്ടിയത്. അതിൻ്റെ സ്നേഹം അച്ഛൻ എന്നും ചേച്ചിയോടുണ്ടായിരുന്നു. ഞങ്ങൾ മക്കളിൽ ഏറ്റവും ഇഷ്ടം ചേച്ചിയെ തന്നെയായിരുന്നു. അച്ഛനെ കണ്ടു വളർന്നത് കൊണ്ടാവണം ചേട്ടനും അതുപോലെ തന്നെയായിരുന്നു. എന്നും അവരോടായിരുന്നു കൂട്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന സങ്കടം കണ്ട് സ്വാതിക്കും ഒരുപാട് സങ്കടമായി. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കാനായി രണ്ടുപേരും മുറിക്ക് പുറത്തേക്കിറങ്ങി. നീയായിരുന്നോ? കയ്യിൽ 2 പാത്രവുമായി നിൽക്കുന്ന ശ്രുതിയെ നോക്കി സ്വാതി ചോദിച്ചു. പിന്നെ ഈ നേരത്ത് നിങ്ങളെ അന്വേഷിച്ച് ആര് വരാനാ? രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപേ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്താ സ്പെഷ്യല്? പാത്രം വാങ്ങിക്കൊണ്ട് ആമി ചോദിച്ചു. അപ്പവും ചിക്കൻ കറിയും. ഇന്നലെ വിളിച്ചപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മ നേരത്തെ ഉണ്ടാക്കി. സുഭാഷ് ഏട്ടൻ ഇന്ന് വരുമോ? സ്വാതിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കോഴികൾ ഉണർന്നെഴുന്നേറ്റ് ചോദിച്ചു. വരുമോ എന്നല്ല, ഏട്ടൻ രാവിലെ വന്നു. നീ എന്തിനാ ഈ ഭക്ഷണം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇലയിൽ കൈകുത്തിക്കൊണ്ട് സ്വാതി ചോദിച്ചു. അത് കൊള്ളാം, പാവങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഭക്ഷണം കൊണ്ട് വന്നപ്പോൾ എനിക്കായി കുറ്റം. ഓ എടി, അതല്ല പറഞ്ഞത്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ വന്ന് കഴിക്കത്തില്ലേ? ശരിയാ, അപ്പോൾ ഇവൾക്ക് ഇവളുടെ വായ്നോട്ടം നടത്താലോ. ആമി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടി, സ്വന്തം ചേട്ടനെ വായി നോക്കാൻ ഏത് അനിയത്തിയാടി കൂട്ടുനിന്ന് തരുന്നത്? മാത്രമല്ല, നിങ്ങൾക്കും കൂടി ഭക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ തന്നെയാ പറഞ്ഞത് അവിടെ കൊണ്ടുപോയി കൊടുത്തോളാൻ. അങ്ങനെ പറഞ്ഞു? എങ്ങനെ പറയാതിരിക്കും? എവിടെ വെച്ചെങ്കിലും കണ്ടാൽ അങ്ങേരുടെ രക്തം മുഴുവൻ നീ ഊറ്റിക്കുടിക്കല്ലേ? അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ആമി പറഞ്ഞു. നിന്റെ ചേട്ടൻ വേറെ എന്തെങ്കിലും പറയാറുണ്ടോ നിന്നോട് ഞങ്ങളെ പറ്റിയിട്ട്? ആ, പറയാറുണ്ട്. എന്താ? സ്വാതി ആകാംക്ഷയോടെ ചോദിച്ചു. ആമി ചേച്ചി പാവമാ, എല്ലാവരോടും നല്ല സ്നേഹമാ. ചേച്ചി ഏട്ടന് സ്വന്തം അനിയത്തിയെ പോലെയാ എന്നൊക്കെ പറയും. എന്നെക്കുറിച്ചൊന്നും പറയാറില്ലേ? ആ, പറയാറുണ്ട്. നിന്നെപ്പോലത്തെ വായ്നോക്കികളുടെ കൂടെ കൂടാൻ നിൽക്കരുത് എന്ന് പറയും. ശ്രുതി പറഞ്ഞത് കേട്ട് ആമി പൊട്ടിച്ചിരിച്ചു. എടി, നീ എന്നെ ഒന്ന് ശരിക്കും നോക്കിക്കേ. എനിക്കെന്തെങ്കിലും കുറവുണ്ടോ? നിന്റെ ചേട്ടനെന്താ എന്നെ ഒന്ന് പ്രേമിച്ചാലേ? സ്വാതി പല പോസിൽ നിന്നുകൊണ്ട് ചോദിച്ചു. നീ സുന്ദരിയാടി, നിനക്ക് ഒരു കുറവുമില്ല. കുറവുള്ളത് എൻ്റെ ഏട്ടനല്ലേ. നിന്റെ ഏട്ടൻ എന്താ കുറവ്? ആമി ഇഷ്ടമാവാത്തതുപോലെ ചോദിച്ചു. നിങ്ങൾക്കറിയില്ലേ ഏട്ടൻ്റെ അസുഖത്തെക്കുറിച്ച്? എൻ്റെ ശ്രുതി, നിന്റെ ഏട്ടന് ചെറുപ്പത്തിൽ ഹാർട്ടിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ചികിത്സിക്കുകയും ഓപ്പറേഷനും കൊണ്ടൊക്കെ മാറിയെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വാതിയും ശ്രുതി പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ മറുപടി കൊടുത്തു. ഏട്ടന് പേടിയാടി, പിന്നീടുള്ള ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ. അങ്ങേർക്ക് വട്ടാ, അതിനാ ചികിത്സ വേണ്ടത്. പിണങ്ങിയതുപോലെ സ്വാതി പറഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടൻ ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞാലും വിവരങ്ങളൊക്കെ അറിയുമ്പോൾ നിന്റെ വീട്ടുകാരെതിർക്കില്ലേ? എൻ്റെ ശ്രുതി,
നിന്റെ ഏട്ടനെ ഇവൾക്ക് ഇഷ്ടമായപ്പോൾ ആദ്യം ഇവൾ തുറന്നു പറഞ്ഞത് ഇവളുടെ അച്ഛൻ്റെ അടുത്താ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിന്റെ ഏട്ടനെക്കുറിച്ചും A to Z കാര്യങ്ങൾ ഇവളുടെ അച്ഛനറിയാം. സുഭാഷ് ഏട്ടന് ഒരു ഗ്രീൻ സിഗ്നൽ തന്നാൽ അപ്പോൾ വരും ഇവളുടെ അച്ഛൻ നിന്റെ വീട്ടിലോട്ട്, കല്യാണാലോചനയും കൊണ്ട്. പക്ഷേ ഈ വിവരമൊന്നും നീ നിന്റെ ഏട്ടനോട് പറയാൻ നിൽക്കണ്ട. അങ്ങേർക്ക് ആദ്യം എന്നെ ഇഷ്ടമാവട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. ശ്രുതി സന്തോഷത്തോടെ തലയാട്ടി. അവൾക്ക് സ്വാതിയെ വലിയ ഇഷ്ടമാണ്. തൻ്റെ ഏട്ടനോട് സ്വാതിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവൾക്കറിയാം. ഏട്ടനും സ്വാതിയെ ഇഷ്ടമാണെന്നും അവൾക്കറിയാം. പക്ഷേ ഏട്ടന് ചെറുപ്പത്തിലുണ്ടായ ഒരു അസുഖം, പിന്നെ സാമ്പത്തികമായി സ്വാതിയുടെ വീട്ടുകാർ അല്പം ഉയർന്നവരാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രശ്നമായി ഏട്ടൻ കരുതുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആമി പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവൾ സന്തോഷത്തോടെ തലയാട്ടി. അപ്പോഴാണ് ശ്രുതി ആമിയുടെ മുഖത്തേക്ക് ശരിക്കും നോക്കുന്നത്. എടി, മുഖത്ത് ശരിക്കും നീര് വെച്ചിട്ടുണ്ടല്ലോ. കവിളിൽ വിരലിൻ്റെ അടയാളവുമുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ആമി സങ്കടത്തോടെ ഒന്ന് ചിരിച്ചു. ഞാനിന്ന് ലീവാക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ കണ്ടാലും പ്രശ്നാ. ശരിയാ. മാത്രല്ല ബാക്കിയുള്ള സ്റ്റാഫുകളും ചോദിച്ചാൽ പിന്നെ നമ്മൾ എന്ത് പറയും? അതാ നല്ലത്. സ്വാതിയും അതിനെ പിന്താങ്ങി. പുതിയ വർക്ക് സൈറ്റിലെ സൂപ്പർവൈസറെ ദർശൻ ചീത്ത പറയുന്നത് കേട്ടുകൊണ്ടാണ് നിഖിൽ അവൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നത്. നിഖിലിനെ കണ്ടപ്പോൾ ദർശൻ വഴക്ക് പറയുന്നത് നിർത്തി അയാളോട് പൊക്കോളാൻ പറഞ്ഞു. എന്താ നിനക്കിത്ര ദേഷ്യം എല്ലാവരോടും? ദർശനോട് അങ്ങനെ ചോദിച്ചുകൊണ്ട് നിഖിൽ അവന് മുന്നിലായിരുന്നു. നിഖിലിൻ്റെ ചോദ്യത്തിൽ ദർശനൊന്ന് ഞെട്ടി. ആമി ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അവനാകെ ഒരു അസ്വസ്ഥതയാണ്. ഇന്നലെ അവൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ അവനിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവൾ വരുന്നില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവന് ആകപ്പാടെ എന്തോ ഒരു സങ്കടം. അതാണ് ദേഷ്യമായി എല്ലാവരോടും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖത്ത് വന്ന ഞെട്ടൽ വിദഗ്ധമായി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ പുതിയ വർക്ക് സൈറ്റിലേക്ക് 30 വർക്കേഴ്സിനെ വിടാൻ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ. എന്നിട്ടിപ്പോൾ പറയുകയാ 25 പേരേ ഉള്ളൂ എന്ന്. പിന്നെ എങ്ങനെയാ ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്നത്? ഓ, അതാണോ? അപ്പോൾ നീ ശശിയേട്ടനോട് നേരത്തെ ചൂടായത് എന്തിനാ? ആള് പറയുന്നുണ്ടായിരുന്നല്ലോ നല്ല ദേഷ്യത്തിലാണെന്ന്. അതും ഇതുപോലെ എന്തോ ഒരു കാര്യത്തിനായിരുന്നു. ഒരുതരം പരിങ്ങലോടെ ദർശൻ പറഞ്ഞു. അല്ലാതെ ആമി വരാത്തതിലുള്ള വിഷമമല്ല നിനക്ക് അല്ലേ? ഒരു ആക്കലോടെ നിഖിൽ ചോദിച്ചു. ആ ആമി വരാത്തതിന് ഞാനെന്തിനാ എല്ലാവരോടും ദേഷ്യപ്പെടുന്നത്? എടാ കള്ള കാമുക, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയോ നീ? നീ എന്തൊക്കെയായി പറയുന്നത്? ഏതു നേരവും അവളെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും അവൾക്ക് ലീവ് കൊടുക്കാതിരിക്കുന്നു. എടാ, ലീവ് കൊടുക്കാത്ത നില്ല് 5 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 3 ദിവസം കൊണ്ട് തീർക്കാൻ പറയുന്നു. എന്നിട്ട് ചീത്ത പറയാൻ എന്നുള്ള വ്യാജേന അവളെ ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തി നേരിട്ട് അവളോട് സംസാരിക്കുന്നു. എടാ, അതൊന്നും പോരാഞ്ഞിട്ട് അവൾ ഇരിക്കുന്ന ചെയറിന് നേരെ ക്യാമറ തിരിച്ചു വെച്ച് ആ സിസ്റ്റത്തിലൂടെ ഏതു നേരവും ആ ക്യാമറ മാത്രം സൂം ചെയ്ത് നോക്കിയിരിക്കുന്നു. അവൾ സംസാരിക്കുന്നുണ്ടോ എന്നറിയാനാ ക്യാമറ. ഞാൻ പറഞ്ഞു തീരട്ടെ മോനെ. 4 മാസം മുൻപ് ഇവിടെ ജോയിൻ ചെയ്ത ആ രൂപേഷ് ഏതു നേരവും അവളുടെ ചെയറിന് മുൻപിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്കും സ്വാതിക്കുമായി നീ സെപ്പറേറ്റ് ക്യാബിൻ റെഡിയാക്കി കൊടുത്തു. അതും പോരാഞ്ഞ് ആ പയ്യനെ നീ ഇവിടുന്ന് ടെർമിനേറ്റും ചെയ്തു. അവൻ പിന്നെ ഇവിടുത്തെ എല്ലാ ലേഡീസ് സ്റ്റാഫിനും ഒരു പൊതുശല്യമായതുകൊണ്ട് അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അച്ഛനോട് ചെന്ന് പറയും അവളെ ഓഫീസിൽ പറ്റില്ല, വീട്ടിൽ കയറ്റാൻ പറ്റില്ല, കാണുന്നവരോട് എല്ലാവരോടും പറയും എനിക്ക് അവളോട് ദേഷ്യമാണ്, അവളെൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തു എന്നൊക്കെ. മലപ്പുറം കത്തി. ഈ പഹയൻ എല്ലാം മനസ്സിലാക്കിയല്ലോ, ദർശൻ മനസ്സിൽ പറഞ്ഞു. എടാ, അതങ്ങനെയല്ല. എനിക്ക് കുറച്ച് നാളായി സംശയം തുടങ്ങിയിട്ട് ഒന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വീട്ടിൽ വന്നപ്പോൾ ദേവിയുടെ കാര്യത്തിൽ ആമി പറഞ്ഞതൊന്നും കേൾക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ നിന്റെ മുഖം അങ്ങ് മാറിയില്ലേ? ആമി പറഞ്ഞത് ശരിയാണ്, വിച്ചു നല്ലവനാണ്, എന്തൊക്കെ ന്യായീകരിക്കല അവളെ. ഇനിയും സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണോ നിനക്ക് അവളോടുള്ള നിന്റെ ഇഷ്ടം? നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം ഇതിപ്പോൾ ആരും അറിയണ്ട. നിഖിലിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് ദർശൻ പറഞ്ഞു. അതെന്താ? ദാസനങ്ങൾ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ ആമിയുടെ കാര്യത്തിൽ? നീയൊരു തീരുമാനം പറയാത്തത് കൊണ്ട് മാത്രമാണ് അവളെ വീട്ടിൽ താമസിപ്പിക്കാത്തത്. അതെ, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അച്ഛൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ അത് ശരിയാവില്ല. എൻ്റെ ദേവിമോളുടെ ജീവിതം എവിടെയും എത്താത്തൊരവസ്ഥയിൽ
എനിക്ക് എങ്ങനെയാണ് അമ്മയുമായി സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുക? ആദ്യം ദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. അത് കഴിഞ്ഞ് എൻ്റെ കാര്യം നോക്കാം. മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയ്ക്ക് ഒരിക്കലും അവളെ അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാം ഒന്ന് ശരിയാകുമ്പോൾ അമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് മതിയല്ല. ശരി, ബാക്കിയുള്ളവരോട് പറയണ്ട. പക്ഷേ അവളോട് പറഞ്ഞൂടെ? പാവല്ലേടാ അവള്. എന്തോരം സ്നേഹിക്കുന്നുണ്ട് നിന്നെ അവള്. അവളോട് ഇത് പറയണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയണം അവളോട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തുറന്നു പറയാനുള്ളതല്ല എൻ്റെ പ്രണയം. അതുവരെ അവൾ ഇതറിയരുത്. നീ അവളോട് പറയരുത്. ശരി, നീ പറയുന്നതിലും ന്യായമുണ്ട്. പക്ഷേ ഒരുപാട് വട്ടം കറക്കരുത് അവളെ. ദർശൻ ഒരു കുറുമ്പോടെ ചിരിച്ചു. അതേ ചിരി തന്നെ നിഖിലിലേക്കും പകർന്നു. ഇതേ സമയം അകത്തേക്ക് കയറുവാനുള്ള അനുവാദത്തിനായി ദാസൻ ഡോറിന് പുറത്തു നിന്ന് വിളിച്ചു ചോദിച്ചു. ദാസനൊപ്പം കയറി വന്ന പെൺകുട്ടിയെ കണ്ട് ദർശൻ പരിചയഭാവത്തിൽ ഒന്ന് എഴുന്നേറ്റു. നിഖിൽ സംശയത്തോടെ ദാസനെയും ദർശനെയും നോക്കി.